പിന്നെ കുറച്ചും കൂടി എന്ത് ചെയ്യും, ഇത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ചുവന്ന കളറായിരിക്കും, നല്ല സുഖം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. ആദ്യമൊക്കെ എനിക്ക് ഈ ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. തൈരും പണ്ട് നമ്മൾ കോളേജിലെല്ലാം പഠിക്കുന്ന കാലത്ത് ഉച്ചയ്ക്കൊക്കെ വരുന്ന സമയത്ത് പിന്നെ അങ്ങനെ കഴിക്കാനാണ് താല്പര്യം. ഇപ്പോൾ ചിക്കൻ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ സുഖമാണ് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു ഇരുമ്പൻ പുളി കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇരുമ്പൻ പുളി പറിക്കാൻ ഞങ്ങൾ ഇരുമ്പൻ പുളിയെന്നും പിലുമ്പി എന്നൊക്കെ പറയും. പിലുമ്പി കൊണ്ട് കറി വെക്കാമെന്ന് വെച്ചിട്ട് പറിച്ച്. നിങ്ങൾ വെക്കലുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ഞാൻ മലേഷ്യൻ ചെറി പറിച്ചു കൊടുത്തതാണ് കേട്ടോ. പഴുത്തൊരെണ്ണം. മോൾക്കത് ഭയങ്കര ഇഷ്ടം. കണ്ടില്ലേ കഴിക്കുന്നത്? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നോക്കുന്ന അത് പറിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് ഓടി വരും മുറ്റത്തേക്ക്. മോളെ മലേഷ്യൻ ചെറി പറിച്ചു തരട്ടെ എന്ന് വെച്ചാൽ വേഗം ഓടി വരും. നല്ല പുളിപ്പാണെന്നല്ലോ, അത്യാവശ്യം പുളിപ്പുണ്ടതിന്. അത് നല്ലോണം പഴുത്തിട്ടില്ല കേട്ടോ. പഴുത്താൽ നല്ല ചുവന്ന നിറമാവും. അതുകൊണ്ട് അത്യാവശ്യം പുളിപ്പുണ്ടാവും. അപ്പോൾ പിലുമ്പി കൊണ്ട് ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചട്ടിയിലാണ് കറി വെക്കുന്നത്. ചട്ടിയിൽ വെക്കാമെന്ന് വെച്ചാൽ അതൊരു 5 കായൊക്കെ എടുത്തിട്ടുള്ളൂ. 5 കായ എടുത്ത് അതും ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടിട്ട് അതിൽ ഉപ്പും മുളകും മഞ്ഞളും അത് മാത്രം ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നു. വേവിക്കാന്ന് വെച്ചാൽ ഒന്നങ്ങ് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അത് വേവ് കിട്ടും. അത്രയും അതിന് വേവുള്ളൂ ഈ പിലുമ്പിക്ക്. അത്രയും വേവ് കുറവാണ്. പക്ഷേ കറി നമ്മൾ കൂട്ടുന്ന സമയത്ത് നല്ല പുളിപ്പായിരിക്കും. പുളിപ്പെന്ന് വെച്ചാൽ നമുക്കൊരു ഇഷ്ടമുള്ള പുളിപ്പുണ്ടല്ലോ, നല്ലൊരു പുളിപ്പ് കിട്ടും. മറ്റേത് നമ്മൾ പുളിയെല്ലാം കുത്തിപ്പിഴിഞ്ഞ് ഒക്കെ ചെയ്യണ്ടേ. അത് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഓൾറെഡി ഒരു നല്ല പുളിപ്പുണ്ടാകുമല്ലോ. മൂത്ത കായായിരിക്കണം. മൂത്ത കായാണെങ്കിൽ നല്ല പുളിപ്പുണ്ടാവും. ഒരു 5 കായൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാളൻ, നമ്മളെ കാളനില്ല, നല്ല കായ. ശരിക്കും ഇത് കാളന് തൈര് വാർന്നിട്ട് കാളനാക്കി വെക്കാൻ പറ്റും കേട്ടോ. അതും സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല, തൈര് ഒഴിക്കാണ്ടാണ് വെക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ട് വെക്കുന്നത്. അതിന് ശേഷം ജീരകം ഇട്ടിട്ട്, അരപ്പിൽ ലേശം ജീരകം ഇടുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. നിങ്ങളൊന്ന് വെച്ച് നോക്കട്ടോ. പിലുമ്പി നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇരുമ്പൻ പുളി പിലുമ്പി എന്നൊക്കെ പറയും. അപ്പോൾ പിലുമ്പി കൊണ്ടൊരു കറി, ചിക്കൻ ഫ്രൈയും പിലുമ്പി കൊണ്ടൊരു കറിയും ചോറും അത്രയും. പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലവ്ലോലിക്ക കൊണ്ടാണ് അച്ചാറിട്ടത്. ഉപ്പിലിട്ട് വെച്ച് പിന്നെ അതിന് ശേഷം അച്ചാറിട്ടതാണ്. അതുകൊണ്ട് അപ്പോൾ അതിനൊരു വറവിടാന്ന് വെച്ചിട്ടോ കറിക്ക്. വറവിന് കടുകും ഉലുവയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. വറ്റൽമുളക് ഇടാത്ത എന്താണെന്നറിയോ, ഓൾറെഡി ആ കറിക്ക് നല്ല എരിവുണ്ട്. അപ്പോൾ പിന്നെ ഇനി വറ്റൽമുളക് കൂടി ഇട്ടാൽ ചിലപ്പോൾ ഓവറായിട്ട് എരിവായിരിക്കുമോ എന്ന് എനിക്കൊരു പേടി, മോൾക്ക് കൊടുക്കുന്നതിനെ കൊണ്ടേ.